ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന നിങ്ങളോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തട്ടെ. ഞാൻ ബേസിക്കലി എൻ്റെ ഡൊമൈന് പുറത്ത് അധികം അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത, മേ ബി ഒരു ലോണർ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ, വർക്കഹോളിക് എന്ന് വിളിക്കാവുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. തൂലികാനാമത്തിൽ വരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ്, എന്താ പറയുന്നത്, ഈ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഡിബേറ്റിലൊന്നും താല്പര്യമില്ല, അതിന് സമയവുമില്ല. എനിക്ക് പറയാനുള്ളത് പറയുക, അത് ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതൊന്നും എൻ്റെ ബോധറേഷനല്ല. ഇങ്ങനെയുള്ള രീതിയിലാണ് മനോരമയിലെ മിസ്റ്റർ കിഷോർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ അന്നേരം ഇന്ന് ഇവിടെ വരാമെന്ന് തീരുമാനിച്ചതും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് കരുതുന്നത്. പിന്നെ പ്രൊഫഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിലാണ്. ഞാൻ കേരളത്തിൽ തന്നെ കുറച്ച് കോർപ്പറേറ്റ്സിൻ്റെ IPO ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഡിജിറ്റൽ സ്പേസിൽ കുറച്ച് കമ്പനികളുടെ മെൻറ്ററാണ്. ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ് ഇൻഫ്രാ സ്പേസിൽ, ഇൻഫ്രയും പവറും. അപ്പോൾ കേരളത്തിലും ബാംഗ്ലൂരിലും ചെന്നൈയിലുമായിട്ട് എനിക്ക് ഓഫീസസ് ഉണ്ട്. ദിസ് സംസ് അപ്പ് മൈ ഡിസൈൻ. പിന്നെ ഞാൻ IIM അഹമ്മദാബാദിൽ നിന്നാണ് എൻ്റെ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ കുറേ കോർപ്പറേറ്റ്സിനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ എം സ്ലൈറ്റ്ലി വിഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മേ ബി റീച്ചിങ്, എന്താ പറയുന്നത്, ഫാഗ് എൻഡ് ഓഫ് മൈ കരിയർ. സോ ഐ തോട്ട് കുറച്ച് സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇൻവോൾവ് ചെയ്യേണ്ട സമയമായി എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ ആക്റ്റീവായിട്ട് തൂലികാനാമത്തിലാണെങ്കിലും ഒക്കെ എഴുതി തുടങ്ങിയത്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ബട്ട് ലെറ്റ് ദാറ്റ് ബി. പിന്നെ ഞാൻ ഈ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മേഖലയെക്കുറിച്ച് ഞാൻ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒന്നാണ് ഈ പരസ്പരം കൊന്നു നിന്നിരുന്ന നരഭോജികളെന്ന് വിളിക്കുന്ന ലെവലിൽ നിന്ന് ഹ്യൂമൻ ഇവല്യൂഷൻ ഉണ്ടായി നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. മൃഗങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം, പക്ഷേ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെവലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ ആ എവല്യൂഷണറി പ്രോസസ്സിൽ ഒരു പട്ടി എന്നും പട്ടിയായിട്ട് തന്നെ നിൽക്കുന്നു. 10,000 മുമ്പുള്ള പട്ടിയുടെ അതേ സ്വഭാവങ്ങളാണ് ഇന്നത്തെ പട്ടിക്കും. അവർ നേച്ചേഴ്സ് ലോ അനുസരിച്ച് ജീവിക്കുന്നു. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇവോൾവ് ചെയ്ത് വന്ന് നമ്മൾ താളിയോലയിൽ നിന്ന് ഇപ്പം ഡിജിറ്റൽ സ്പേസിൽ എത്തി നിൽക്കുകയാണ്. അതിലൂടെ ഈ കമ്മ്യൂണിക്കേഷൻസിലൂടെ നമുക്കുണ്ടായ നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ എന്നുള്ള ഒരു തുലാസിൽ വെച്ച് തൂക്കുന്നതിന് പകരം നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാത്തിനും ഉള്ളതുപോലെ പോസിറ്റീവും നെഗറ്റീവും വശങ്ങൾ നമ്മൾ ഈ പറയുന്ന നവമാധ്യമങ്ങൾക്കുണ്ട്. നവമാധ്യമങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളും അതിൻ്റെ മേന്മകളും ഒക്കെ ഒരു എലിവേറ്റഡ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതെന്തെങ്കിലും ഒരു ഡീഗ്രഡേഷൻ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നവമാധ്യമങ്ങൾ ആക്ച്വലി നമ്മളൊന്ന് ക്രിട്ടിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അവസരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അവസരങ്ങൾ എന്ന് ഞാൻ സാമ്പത്തികമായിട്ടുള്ളതോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളായിട്ടല്ല കരുതുന്നത്. മനുഷ്യരാശിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗവേണിംഗ് പ്രിൻസിപ്പിളാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രസിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആയുധമായിട്ടാണ് ഞാൻ നവമാധ്യമങ്ങളെ കാണുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു ഡിക്റ്റേറ്റർ, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡിക്റ്റേറ്ററോട് അടുത്ത് നിൽക്കുന്ന സ്വഭാവങ്ങൾ കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ പിണറായി വിജയൻ. പിണറായി വിജയന് ചുറ്റും ഇതിനിടയിൽ മാസ്റ്ററുണ്ട്, എന്നോട് ക്ഷമിക്കുക, ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, ആ പേരെടുത്തു എന്നുള്ളതേ ഉള്ളൂ. പ്രചണ്ഡമായ PR വർക്കുകളും അദ്ദേഹത്തിൻ്റെ ഒരു സർ ചക്രവർത്തിയുടെ സമാനമായിട്ടുള്ള അധികാര ദുർവിനിയോഗവും എല്ലാം കൊണ്ട് നമ്മളെല്ലാം ഒരു ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ വരുമ്പോൾ പ്രതിപക്ഷം നിർജ്ജീവമായിരിക്കുന്ന ഒരവസ്ഥയിൽ മുന്നോട്ട് വന്നത് നവമാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമായിരുന്നു. അവരെ അന്ന് ആരും വില കൽപ്പിച്ചില്ല. പക്ഷേ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ നവമാധ്യമങ്ങളിലൂടെ, നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ജയശങ്കർ സാർ പറഞ്ഞതുപോലെ, ട്രംപിന് ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറയാൻ നാണക്കേടുണ്ടായിരുന്ന പോലെ പിണറായി വിജയന് എതിരെ ഞാൻ വോട്ട് ചെയ്യും എന്ന് പറയാൻ, പബ്ലിക്കായിട്ട് പറയാൻ പേടിയുണ്ടായിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരവരുടെ ഫ്രാഞ്ചൈസ് ആ ടൈം എത്തിക്കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് തന്നെ അവർ പ്രയോഗിച്ചു. അതിൻ്റെ ഫലം നമ്മളിപ്പോൾ കണ്ടു. അത് എനിക്ക് തോന്നുന്നില്ല ഈ നവമാധ്യമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അത് സാധ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ്
ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന മീഡിയ എല്ലാം വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. ആ വൺ വേ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സിലുള്ള കുറേ പത്രങ്ങളും അതിനകത്തെ കുറച്ച്, ഞാൻ പെയ്ഡെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഈ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസ് ഉണ്ട്. അവർ പറഞ്ഞു വിടുകയാണ്, അവരെന്തെങ്കിലും എഴുതി വിടുകയാണ്. അപ്പം സോവിയറ്റ് യൂണിയനിലെ പ്രാവതയോ അല്ലെങ്കിൽ ഇസ്വസ്തിയോ ഒക്കെ പോലെ തന്നെ നമ്മളത് വിശ്വസിച്ച് ജീവിക്കുക. അവിടെ തിരഞ്ഞെടുപ്പില്ലായിരുന്നുകൊണ്ട് അത് സസ്റ്റെയിൻ ചെയ്ത് കുറച്ച് വർഷങ്ങളിലൂടെ. പക്ഷേ നമ്മുടെ ഇവിടെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്ന അവസ്ഥ വരുമ്പോൾ നവമാധ്യമങ്ങളിലൂടെ ജനങ്ങൾ സത്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനെ ഞാൻ കണ്ടിരിക്കുന്നത് ഇതൊരു ഫ്രീഡത്തിൻ്റെ ഒരു ഹൈറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ വളരെ വിലപിടിപ്പുള്ള ഒരു സംഗതിയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഞാനീ പറഞ്ഞ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ന്യൂജൻ മീഡിയ, വാട്ടെവർ, ഫേസ്ബുക്കോ എക്സോ എന്തു ആയിക്കോട്ടെ. അതിലൂടെ എനിക്ക് ഇപ്പോൾ നരേന്ദ്രമോദിയെയോ ഇപ്പോൾ വി ഡി സതീശനെയോ ഒക്കെ എനിക്ക് വിത്തിൻ ദ ആംബിറ്റ് വാട്ട് ഡെമോക്രസി അലൗസ്, അതായത് ലൈബൽ ആയിട്ടല്ലാത്തുള്ള രീതിയിൽ എനിക്കതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും. നേരത്തെ അങ്ങനെ ഒരു വേദിയില്ലായിരുന്നു. നേരത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി നമ്മളുടെ ഒരു ക്ലോസ്ഡ് സർക്കിളിൽ ഈ പറഞ്ഞ ആൽത്തറയുടെ ചുറ്റിൽ നിന്നൊക്കെ നമുക്ക് സംസാരിക്കാമെന്നല്ലാതെ അതിനെ ഒരു ഫോഴ്സായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് മറ്റേ ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ, ജിയോ ലോഞ്ച് ചെയ്യുമ്പോൾ ധീരുഭായ് അംബാനി പറഞ്ഞ ഒരു വാചകമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഞാൻ ലോകം തന്നിരിക്കുകയാണ്, ദുനിയ തെരിയും മുട്ടിയുമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മളുടെ ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസിലൂടെ നമ്മളിപ്പോൾ ലോകത്തിനെ മാറ്റിമറിക്കുന്ന പ്രക്രിയയിൽ നമ്മളും ഭാഗഭാക്കാവുകയാണ്. അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പരാജയമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ടാകും. എല്ലാ സിസ്റ്റത്തിലും അതിനകത്ത് പുഴുക്കുത്തുകളുണ്ടാകും. ദർ ഇസ് നോ സച്ച് തിങ് ആസ് 100% ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ലോകത്തില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മളിതിനെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഭയാശങ്കയോടെ കാണുന്നത് നമ്മളൊരു ട്രാൻസിഷൻ്റെ മധ്യത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഈ ട്രാൻസിഷൻ്റെ മധ്യം എപ്പോഴും കൺഫ്യൂസിങ് ആണ്. നമ്മളിങ്ങനെ വന്നിട്ട് റോഡ് രണ്ടായിട്ട് പിരിയുന്നു, ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ പോലെ നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ ന്യൂജൻ മീഡിയ നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന്. പക്ഷേ അത് നയിക്കുന്നുണ്ട്. അത് ആ വഴി തിരഞ്ഞെടുക്കുന്നവർ പോകുന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് അറബ് ലോകത്തെ കിടുകിട വിറപ്പിച്ച മുല്ലപ്പൂ വിപ്ലവം, അല്ലെങ്കിൽ ഇപ്പോൾ നേപ്പാളിൽ നടന്നിരിക്കുന്ന ഒരു ഫ്ലാഷ് കലാപമുണ്ടായി. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് നോക്കുന്നു എന്നുള്ളതാണ്. അത് ഏകാധിപത്യത്തിനെതിരെയുള്ള ശബ്ദമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതേസമയം സബ്വേഴ്സീവ് ആക്ടിവിറ്റി ആയിട്ടും ഭരണകൂടത്തിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും നമുക്ക് വ്യാഖ്യാനിക്കാം. ഇതിൽ നമ്മളെടുക്കുന്ന സൈഡ് പോലെയാണ് നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ ഞാനിതിനെ കാണുന്നത് ഈ മീഡിയയുടെ ഒരു എക്സ്പ്ലോഷൻ, കമ്മ്യൂണിക്കേഷൻ വന്നതിന് ശേഷം ലോകം കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റായി. ആ ട്രാൻസ്പെറൻസി നമ്മൾ അതിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് വുഡ് ബി എ ബെറ്റർ പ്ലേസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എവല്യൂഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനുഷ്യരാശിയിൽ വിശ്വാസമുണ്ട്. നമ്മൾ 1000 or 2000 കൊല്ലമോ മുൻപുണ്ടായിരുന്നതിനേക്കാൾ സംസ്കാരമുള്ളവരായിരിക്കുകയാണ്. നമ്മൾ ഭയത്തോടെ നമ്മുടെ മുന്നിൽ കാണുന്ന ട്രിവിയലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിട്ട് അല്ലെ അതിനെ വ്യാഖ്യാനിച്ചിട്ട് മനുഷ്യ സമൂഹം ദുരന്തങ്ങളിലേക്ക് പോവുകയാണെന്ന് ചിന്തിച്ച് കൽപ്പിച്ചു കൂട്ടുകയാണ് നമ്മൾ. പക്ഷേ നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്തുണ്ടായിരുന്ന അനീതികളും, രാജാവിന് നമ്മൾ പ്രജകളായിരുന്നു. പ്രജകൾ എന്ന് പറഞ്ഞാൽ രാജാവിന് കൊല്ലണമെങ്കിൽ കൊല്ലാം. അങ്ങനെയുള്ളൊരു യുഗത്തിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രസിഡൻറ്റ് വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ വയ്യാത്ത അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ വളർന്നു. അതെല്ലാം ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ വഴി കിട്ടിയേക്കുന്ന അല്ലെ അക്വയർ ചെയ്തിരിക്കുന്ന കളക്റ്റീവ് നോളജാണ്. അതിൻ്റെ അടുത്ത ഗിയറിലുള്ള ഒരു പ്രയാണമായിട്ടാണ് എനിക്ക് ഈ ന്യൂജൻ മീഡിയയെ തോന്നിയിരിക്കുന്നത്. പിന്നെ ഈ ന്യൂജൻ മീഡിയയുടെ ക്രിട്ടിക്കുകളിൽ എല്ലാവരും പറയുന്ന ഒരു സുപ്രധാനമായ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ആർക്കും എന്തും പറയാം. അത് ശരിയാണ്, ആർക്കും എന്തും പറയാവുന്ന ഒരു സമൂഹം, ഇതിന് തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്ന്
ഒത്തിരി ദുഷിച്ച പ്രവണതകൾക്ക് തുടക്കമിടാവുന്ന ഒരു സംവിധാനമാണ് ന്യൂജൻ മീഡിയ എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് പക്ഷേ നിയന്ത്രിക്കാനായിട്ട് കാലോചിതമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതും റെഗുലേഷനും മോണിറ്ററിങ്ങും ഉണ്ടാക്കേണ്ട ചുമതല ഭരണകൂടത്തിനാണ്. ഭരണകൂടമില്ലാത്ത സമൂഹത്തിൽ, അല്ലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമക്രമം ഇല്ലാത്ത സമൂഹത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. സ്വാഭാവികം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സിഗ്നൽ ഇല്ലാത്ത ഒരു ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്ക് പോലെ അവിടെ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരനാകും എന്ന് പറഞ്ഞതുപോലെ, അതേസമയം സിഗ്നൽ ഉണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും സുരക്ഷിതമായിട്ട് ഓടിക്കാവുന്നതാണല്ലോ റോഡുകൾ എന്നുള്ള രീതിയിലേക്ക് അത് ചെയ്യുന്നത് ഭരണകൂടം തീർച്ചയായിട്ടും ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നാളെ കാലത്ത് ഒരു നിയമം ഉണ്ടാക്കാനൊന്നും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിയമങ്ങളുടെ ആ കാലോചിതമായുള്ള പരിഷ്കരണത്തിലൂടെ എന്താണ് ഈ മീഡിയയ്ക്ക് അല്ലെങ്കിൽ ന്യൂജൻ മീഡിയയ്ക്ക് സ്യൂട്ടബിളായിട്ടുള്ള നിയമം എന്നുള്ളത് അത് ജനാധിപത്യ സമൂഹം കണ്ടെത്തണം. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട്. എന്നോട് കഴിഞ്ഞ ദിവസം ഈ കിഷോർ തന്നെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചു, ഇന്ത്യയുടെ സ്വർണം റിസർവ് ബാങ്ക് കൊണ്ടുപോയി വിറ്റു, അത് ഭയങ്കര ഇതാണോ എന്നൊക്കെ. അപ്പം ഞാനന്ന് കിഷോറിനോട് എഴുതാൻ പറഞ്ഞു, എനിക്ക് സമയം കിട്ടിയില്ല. ആക്ച്വലി റിസർവ് ബാങ്ക് 1 കിലോ സ്വർണം പോലും വിറ്റിട്ടില്ല. ഇനി അഥവാ വിറ്റു എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൺലി നമ്മൾ പറയുന്നത് പോലെ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ മാത്രമാണ്. സ്വർണം വിറ്റാൽ രൂപയല്ല കിട്ടുന്നത്, ഡോളറാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ നമ്മൾ SBI അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്തോ നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിൽക്കുമ്പോൾ SBI അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. ഇറ്റ്സ് സച്ച് എ ട്രാൻസാക്ഷൻ. അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് രാജ്യം ബാങ്ക്രപ്റ്റ് ആകാൻ പോകുന്നു എന്നുള്ള ഒരു ധ്വനി കൊടുക്കുക, ഇതിലൂടെ സ്കെയർ മോങ്കർ ചെയ്യുക. പിന്നെ ഈ ഡീപ്പ് ഫേക്കുകൾ വന്നിട്ട് ഇപ്പോൾ നിർമ്മല സീതാരാമൻ്റെ പേരിൽ എന്തോ സ്കാൻഡൽസ് ഒക്കെ ഉണ്ടായി. ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ്, ഞാൻ ആ ഒരു ക്ലാസ്സിൽ ഉള്ള ഒരാളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിനെയൊക്കെ കൃത്യമായിട്ട് എന്താ പറയുന്നത്, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള നിയമങ്ങൾ ഉണ്ടാകണം. ആ നിയമങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം ഇതിനെ മിസ്യൂസ് ചെയ്യപ്പെടും. പക്ഷേ മറുവശമുണ്ട് ഇതിന്. ആ മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിനുള്ളിൽ അവർക്ക് പെട്ടെന്ന് അവരുടെ മുന്നിൽ ലോകം തുറന്നു കിട്ടിയിരിക്കുകയാണ്. വീടിന് വെളിയിലിറങ്ങാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുകയാണ് അവർക്കിപ്പോൾ. ഞാൻ കേരളത്തിലെ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ട്യൂഷൻ തന്നെ ഒരു സ്ത്രീ ഇപ്പം മാത്സ് ആയിരിക്കും, മറ്റേ സ്ത്രീ ഫിസിക്സ് ആയിരിക്കും. ഇവർക്കെല്ലാം കൂടെ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ട്യൂഷൻ എടുത്ത് അവർക്കൊരു ജീവിതമാർഗം കണ്ടെത്തുക, ഇങ്ങനെയുള്ള രീതിയിൽ ഇത് വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂജൻ മീഡിയയിലൂടെ തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരും ഉണ്ട്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് മോശമായിട്ട് കാണുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ. അതിൽ നിന്ന് പോലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വർക്കിംഗ് വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ക്ലാസിക്കൽ തിങ്കിങ് വെച്ച് രാവിലെ എണീറ്റിട്ട് 8 മണിയാകുമ്പോൾ അല്ലെ 9 മണിയാകുമ്പം ഓഫീസിലേക്ക് ഓടി, വൈകുന്നേരം 5 മണിക്കോ അല്ലെ 6 മണിക്കോ വന്ന് വീട്ടിൽ വന്നു, ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് അവരുടെ ഇഷ്ടം പോലെയുള്ള സമയത്ത് ചെയ്യാവുന്ന തരത്തിലുള്ള വർക്കും അതുമൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ മീഡിയത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പഴയ കാലത്ത് മത്സര പരീക്ഷയ്ക്ക് ഇരിക്കുന്ന കുട്ടികൾ, അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചിങ് ക്ലാസ്സിലൊക്കെ പോയി ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുക. ഇപ്പം അങ്ങനെയല്ല. അവർക്ക് ടൈം ചൂസ് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. അതുപോലെ വളരെയധികം മേഖലകളിലേക്കുള്ള അറിവുകൾ നമുക്ക് ഇപ്പം ഞാൻ തന്നെ എനിക്ക് അറിയാൻ വയ്യാത്ത, ഇപ്പോൾ ഹാർവാർഡ് ബിസിനസ് സ്കൂളിൻ്റെ ഒരു പുതിയ റിവ്യൂ എത്തി, അത് വായിക്കണം. പഴയ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടി, അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ അത് കിട്ടുമ്പോൾ അതിന് കാലപ്പഴക്കം വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് യൂസ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒത്തിരി പോരായ്മകളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരിതാണ്. പിന്നെ അവസാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാത്തിനെയും നെഗറ്റിവിറ്റിയോടെയും ഒക്കെ കാണുന്ന, അല്ലെങ്കിൽ നിഴലിനെ പോലും പേടിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ. അതിൽ നിന്നുള്ള ഒരു മോചനം സാധ്യമായത് ഇതിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും ഒരു പീഡന കേസിൽ ഉൾപ്പെട്ടിരുന്നു. അത് ഹഷപ്പ് ചെയ്തെങ്കിൽ പോലും ഡാമേജ് വാസ് ഡൺ.
ഇതിങ്ങനെയൊക്കെ ഇപ്പം ഇദ്ദേഹം ജയശങ്കർ സാർ പറഞ്ഞ പോലെ ജുഡീഷ്യറിലെ കറപ്ഷൻ പണ്ടെങ്ങും നമുക്ക് പറയാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പോൾ അതിനൊക്കെയുള്ളൊരു വേദി തുറന്നു കിട്ടിയിരിക്കുകയാണ്. അത് ഞാനതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ഇതിൻ്റെ എഫിഷ്യൻസി ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള രീതിയിൽ നോക്കുകയാണെന്ന് പിന്നെ എല്ലാ കാലത്തും ഈ അമ്മാവൻ സിൻഡ്രോം എന്നൊക്കെ വിളിക്കുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. നമ്മളുടെ പുറകിൽ വരുന്ന തലമുറയെക്കുറിച്ച് നമുക്ക് ഭയം ഉണ്ടായിരുന്നു. ആ ഭയം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായിരുന്നു എന്നുള്ളത് ലോകം തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളുടെ കുട്ടികൾ പോയി അബദ്ധത്തിൽ ചാടി പ്രശ്നത്തിലുണ്ടാകും എന്നുള്ള ഒരു ഭയമാണ് നമ്മളെ നയിക്കുന്നത്. പക്ഷേ ആ ഭയം അടിസ്ഥാനരഹിതമാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് പേര് എല്ലാ കാലത്തും പിഴച്ചു പോയിരുന്നു, ആ ലാംഗ്വേജ് ഉപയോഗിക്കാമെങ്കിൽ പിഴച്ചു പോയിരുന്നു, ഇനിയും പിഴച്ചു പോകും. ഇപ്പോൾ ഉള്ളവരും പിഴച്ചു പോകും, ഇനി ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് വേദി മാറി എന്നുള്ളതേ ഉള്ളൂ. വേദി എന്ന് പറഞ്ഞാൽ സർക്കംസ്റ്റാൻസസിൻ്റെ ഇത് വെച്ചിട്ട് മാറി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു സിസ്റ്റം മൊത്തത്തിൽ മോശമാണ് എന്നുള്ളൊരു അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കത്തില്ല. പിന്നെ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടുണ്ടാകുന്ന എഫിഷ്യൻസി അത് ഹ്യൂമൻ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ കാലത്ത് ഒരു ട്രെയിൻ അത് വന്നോ പോയോ എന്നറിയാൻ നമുക്ക് യാതൊരു മാർഗ്ഗമില്ലായിരുന്നു. നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയാണ്, ഈ ട്രെയിൻ പോയോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്കത് അറിയാം. നമ്മുടെ ട്രെയിൻ എപ്പോൾ വരുന്നു, ഏത് പ്ലാറ്റ്ഫോമിൽ വരുന്നു, ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ പോട്ടെ, അത് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനാണ്. ഞാൻ അതല്ലാതെ ഇൻഫർമേഷൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്ക് ഞാൻ കോട്ടയത്തെത്തും മോറോലെസ് എനിക്കറിയാം. അതനുസരിച്ച് എനിക്ക് എൻ്റെ ലൈഫിനെ അല്ലെങ്കിൽ എൻ്റെ യാത്രയെയൊക്കെ പരുവപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരു 10 കൊല്ലം മുമ്പ്, 10 ഒരു 15 കൊല്ലം മുമ്പ് അത് സാധ്യമല്ലായിരുന്നു. പിന്നെ സമാന മനസ്കർ ചേർന്നൊരു പൊളിറ്റിക്കൽ ഫോഴ്സ്, പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കക്ഷി രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പ്രഷർ ഗ്രൂപ്പ് ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യം പണ്ടില്ലായിരുന്നു. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അത് സ്ലൈറ്റ്ലി പൊളിറ്റിക്കൽ ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു സേ ദാറ്റ്. ഇപ്പം പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടക്കൊലയുണ്ടായി. ഈ ന്യൂജൻ മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ അത് നമ്മളെല്ലാം അറിയാൻ പോകുന്നത് കാശ്മീരിലെ ടൂറിസ്റ്റുകളെ പാക് ഭീകരർ വെടിവെച്ചു കൊന്നു എന്നുള്ള ഒരൊറ്റ രീതിയിലെ അതിനൊരു വാർത്തകൾ വരുള്ളായിരുന്നു. ഞാൻ ഓർക്കുന്നു രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഭാഗൽപൂർ ആണെന്ന് തോന്നുന്നു, ഭാഗൽപൂർ ആയിട്ടെങ്കിൽ നേരത്ത് എത്രയാൾ മരിച്ചു എന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. 2 വിഭാഗം ആളുകൾ എന്നേ പറയത്തുള്ളൂ. അത് 2 വിഭാഗം ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടി കുറേ ആളുകൾ മരിച്ചു. ഇങ്ങനെയല്ലാതെ അല്ലെങ്കിൽ അന്ന് ടെററിസ്റ്റ് എന്നുള്ള വാക്കില്ലായിരുന്നു. ടെററിസ്റ്റ് എന്നുള്ള വാക്ക് ന്യൂസിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഒരു ഇതിറക്കിയിരുന്നു. അവരെ മിലിറ്റൻ്റ് എന്നേ വിളിക്കാവുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീന വലയത്തിൽ നിന്ന് നമുക്ക് പുറത്ത് വന്ന് ന്യൂസിനെ ന്യൂസായിട്ട് തന്നെ, ന്യൂസിന് ഫ്രിൽസ് ഒന്നുമില്ല, വ്യാഖ്യാനങ്ങളൊന്നുമില്ല, പെഹൽഗാമിൽ ഇങ്ങനെയാണ് നടന്നത് എന്ന് ഒരു ഓൾട്ടർനേറ്റ് മീഡിയ ഉണ്ടായി വന്നിട്ടുണ്ട്. ആ ഓൾട്ടർനേറ്റ് മീഡിയ എന്ന് പറയുന്നത് സത്യത്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതിൻ്റെ യൂസ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാകാം, പക്ഷെ ആ സത്യമായിട്ട് അറിയാനുള്ള ഒരു വാതിൽ നമുക്ക് തുറന്നു കിട്ടി, അല്ലെങ്കിൽ ഒരു ജനൽ നമുക്ക് തുറന്നു കിട്ടി. ഇത് ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ. മിസ്ഇൻഫർമേഷൻ കൊണ്ടും അല്ലെങ്കിൽ മിസ്ഗൈഡ് ചെയ്തുകൊണ്ട്, പ്രോപ്പഗാൻഡ വഴി മിസ്ഗൈഡ് ചെയ്തുകൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ബേസിന് അല്ലെങ്കിൽ ഭരണക്രമത്തിന് ഇനി അധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പാക്കുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെമോക്രസിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്നാണ് ഇത്. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതിപ്പോൾ BJPയുടെ ഒരു വിഷയമായിരിക്കാം, എന്നാൽ ഞാൻ പറയാം, ഇപ്പോൾ വന്ദേ മാതരത്തിൻ്റെ ഇഷ്യൂ ഉണ്ടായി. ഐ സ്റ്റിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വന്ദേ മാതരത്തിനെ എന്തുകൊണ്ട് എതിർക്കുന്നു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. വന്ദേ മാതരത്തിനെ മഹാത്മാഗാന്ധി തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിബേറ്റ് ചെയ്യാൻ പോലും ഒരു വേദിയില്ലായിരുന്നു. അതിനെ രാജ്യദ്രോഹമായിട്ട് വ്യാഖ്യാനിക്കുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ജനഗണമനയേക്കാൾ ഇഷ്ടം വന്ദേമാതരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സിംബലിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ എനിക്കെതിരെ കേസ് വരുമായിരുന്നു. അപ്പം ഇതൊക്കെ മാറിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടെ വന്ദേമാതരമാണ് ദേശീയഗാനം ആകേണ്ടിയിരുന്നത് എന്ന് പറയാനുള്ള ഒരു വേദി എനിക്ക് തുറന്നു കിട്ടിയിരിക്കുകയാണ്. അത് ജയശങ്കർ സാർ പറഞ്ഞാൽ പറയേണ്ട രീതിയിൽ പറയണമെന്നുള്ളതേ ഉള്ളൂ.
ഇങ്ങനെയുള്ള ഡിബേറ്റുകൾക്കൊക്കെ ഒരു വേദി നമുക്ക് തുറന്നു തന്നു. പിന്നെ ആളുകൾ കുറച്ചുകൂടെയൊക്കെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇപ്പോൾ നമ്മുടെ അസുഖങ്ങൾ എങ്ങനെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ഇങ്ങനെ ഫ്ലോയിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടായി വന്നിരിക്കുകയാണ്. ഇത്തരം നേട്ടങ്ങളെ പർവ്വതീകരിക്കുകയല്ല, ഇത്തരം നേട്ടങ്ങളെ നമ്മൾ എങ്ങും പറയാറില്ല എന്ന് മാത്രമല്ല, നമ്മളിതിനെ ന്യൂനതകൾ എടുത്ത് കണ്ട് നമ്മൾ ഈ സാധനം നിരോധിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിലായി പോവുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മാവൻ സിൻഡ്രോമിൻ്റെ, ഞാനും അമ്മാവനാകുന്ന ആളാണ്. മാറ്റത്തെ അംഗീകരിക്കണം. ആ മാറ്റം എന്ന് പറയുന്നത് എൻ്റെ കാലയളവിൽ ഉണ്ടാകാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ യുവാവായിരുന്നപ്പോഴോ ഞാൻ കൗമാരക്കാരനായിരുന്നപ്പോഴോ അന്നില്ലായിരുന്നു എന്ന് കരുതി ഇത് മോശമാണ് എന്നുള്ള ഒരു സ്റ്റാമ്പിങ് നടത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നെറേറ്റീവ്സിൻ്റെ കാര്യം, നെറേറ്റീവ്സ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ ആ നെറേറ്റീവ്സിൻ്റെ ശക്തി കൂടിയോ കുറഞ്ഞോ എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ആദ്യകാലം മുതൽ തന്നെ സമൂഹത്തിനെതിരെ അല്ലെ സമൂഹത്തിൻ്റെ എന്തെങ്കിലും വ്യവസ്ഥയ്ക്കെതിരെ പറയുന്ന റിബലായിട്ടുള്ളവരെ മോശമായിട്ട് കാണുന്നതും മുദ്ര കുത്തുന്നതുമായിട്ടുള്ള ഒരു സ്വഭാവം സമൂഹത്തിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ആംപ്ലിഫൈ ചെയ്തിട്ടുണ്ടാവും. അന്നെന്ന് പറയുന്നത് ലിറ്റററി ക്രിട്ടിക്കുകളും സാമൂഹിക നിരീക്ഷകർക്കും മാത്രമേ ഈ അവകാശമുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. സാധാരണക്കാരന് പോലും ഇയാൾ പറയുന്നത് ശരിയല്ല ശരിയാണെന്നോ പറയാനുള്ള അവകാശമുണ്ട്. നേരത്തെ ഒരു റേഡിയോ പോലെ, ഈ പറഞ്ഞ പോലെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, സാമൂഹിക നിരീക്ഷകർ എന്നൊക്കെ പറയുന്നവർ കുറച്ച് പേര് പറയുന്നത് കേട്ട് നമ്മളങ്ങ് ജീവിക്കുക. അപ്പോൾ അതൊരു ഡിബേറ്റിന് പോലും നമുക്ക് അവസരമില്ലാതെ അവർ പറയുന്നത് കേട്ട്, അല്ലെ ഭരണകൂടം പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും മാറിയിട്ട് ഭരണകൂടത്തെ ചോദ്യം ചെയ്ത് അതിൻ്റേതായിട്ടുള്ള മോശം വശങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ CJPയുടെ കാര്യം, അല്ലെങ്കിൽ ജോർജ് സോറസിൻ്റെ ആൻറ്റി സെമിറ്റിക് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അയാൾ കാശ് മുടക്കി US ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട്. അതതിൻ്റെ ഒരു മറുവശമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു ഇരട്ടത്തല വാളാണ്. അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും, നാളെയും ഉണ്ടാകും. ഇതിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മളുടെ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എവല്യൂഷനകത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് മുന്നോട്ടുള്ള ഇത് നിശ്ചയിക്കുന്നത്. പിന്നെ ഇതിലൂടെ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയി നമ്മുടെ സമൂഹത്തിൽ. അതായത് ലിറ്ററസി പോലും പൂർണ്ണമായിട്ടില്ലാത്ത, സെമി ലിറ്ററേറ്റ് എന്നോ ഒക്കെ വിളിക്കാവുന്ന, ഡിജിറ്റൽ അല്ല, എഴുത്തും വായനയും അതുപോലും ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ഇത് കുറച്ചുകൂടെ ഏർലി ആയിട്ട് വന്നു എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. അതിനെ പിന്നെ കുട്ടികളുടെ ഇടയിൽ ഇപ്പം ഒത്തിരി രാജ്യങ്ങൾ മൈനേഴ്സിന് ഇത് ഡിനൈ ചെയ്യുന്ന നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ആൻഡ് ബാലൻസസും ഇതിനെ റെഗുലേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനുമായിട്ടുള്ള ശക്തമായ നിയമങ്ങളും ഉണ്ടാകുന്നത് വരെ ഈ സ്ഥിതി കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഹ്യൂമൻ ബീയിങ്സ് നമ്മൾ നോക്കിയാൽ 2000 കൊല്ലം മുമ്പുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട എത്തിക്സും കോമൺ സെൻസും കാരുണ്യവും ഒക്കെ ഉള്ള കൂട്ടർ തന്നെയാണ്. അതിലാർക്കും സംശയം വേണ്ട. സംശയമുള്ളവർ പഴയ ഗ്ലേഡിയേറ്റേഴ്സിൻ്റെ കഥയും, അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തിലെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള നിയമവ്യവസ്ഥയൊക്കെ ആലോചിച്ചാൽ മതി. അന്നൊരു ട്രയൽ പോലും ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഒരു ഫെയർ ട്രയലുണ്ട്. ആ ഫെയർ ട്രയലിൻ്റെ മുകളിൽ പബ്ലിക്കിൻ്റെ ട്രയലും ഉണ്ട്. ഭരണകൂടങ്ങൾ ഇപ്പോൾ ഭയക്കുന്നത് പ്രതിപക്ഷത്തെ അല്ല. അത് നമ്മൾ ശ്രദ്ധിച്ചറിയാം. പിണറായി വിജയൻ്റെ പേരെടുത്ത് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന, നമ്മളെല്ലാം വീക്ഷിച്ച ഒരു ഭരണക്രമത്തിൻ്റെ മുകളിലിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് മാത്രമാണ്. പിണറായി വിജയന് പ്രതിപക്ഷത്തിൽ നിന്നും ഒരു വിലയില്ലായിരുന്നു, പുല്ലുവിലയായിരുന്നു കണ്ടിരുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ പിണറായി വിജയൻ്റെ ചുറ്റുമുള്ള സ്തുതിപാഠകർ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന രീതിയിലായിരുന്നു. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നേരിട്ട് ഇൻറ്ററാക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുകയില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഇപ്പോൾ ജയശങ്കർ സാർ പറഞ്ഞ പോലെ മാർട്ടുളി പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ ഈ പഴയ രാജാവ് നഗ്നനാണെന്ന് പറയുന്ന കുട്ടിക്ക് പോലും ഒരു റിലവൻസ് ഉള്ളതുപോലെ
സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആർക്കും ഒരു റിലവൻസ് ഉണ്ട്. അത് ഓരോ മഴത്തുള്ളി വീണ് പ്രളയമാകുന്നത് പോലെ കണ്ടുവച്ചാൽ മതി. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഡെമോക്രസിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആയുധമാണ് ഈ ന്യൂജൻ മീഡിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ മിസ്യൂസ് എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ നിയമങ്ങൾ വേണം. കലാപകാരികൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, നുണ പറഞ്ഞു വരുത്തുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അതേപോലെ ഇതിലും ഉണ്ട്. അളവിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷേ ആസ് ഐ ലുക്ക് അറ്റ് ഇറ്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടെ നോളജൊക്കെ അക്വയർ ചെയ്യുന്ന, കുറച്ചുകൂടെയൊക്കെ മനുഷ്യത്വമുള്ള ഒരു സമൂഹത്തിലേക്കുള്ള പ്രയാണത്തിലെ ഒരു വലിയ ചവിട്ടുപടിയാണ്. അവിടെ നിന്ന് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച്, നമ്മൾ ഓരോരുത്തരും അതിനനുസരിച്ച് സ്വയം പാകപ്പെടുത്തേണ്ട വിഷയം മാത്രമാണ്. ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.